ആലപ്പുഴയിൽ നവകേരള ബസിന് നേരെ കരിങ്കൊടി വീശിയവരെ വളഞ്ഞിട്ടടിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിൽ. ലോക്കൽ പോലീസിനെ തള്ളിമാറ്റിയാണ് അനിൽ കല്ലിയൂരും സംഘവും പ്രതിഷേധക്കാരെ ആക്രമിച്ചത്. ഗൺമാൻ ഒരാളുടെ തലയ്ക്കടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അരൂർ SI സാബുവിന്റെ കൈക്കും അടിയേറ്റു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകനെ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഇതേ ഗൺമാനായ അനിലാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. രക്തസാക്ഷിയെ ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും പോലീസ് ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴയിലേത് ആസൂത്രിത ആക്രമണമാണെന്ന് മന്ത്രി P. പ്രസാദ് കുറ്റപ്പെടുത്തി. സമരക്കാർ ബസിന് മുന്നിൽ ചാടുമ്പോൾ അപകടം ഒഴിവാക്കാനുള്ള ശ്രദ്ധയാണ് പോലീസ് കാണിച്ചതെന്ന് മന്ത്രി K. രാജൻ ന്യായീകരിച്ചു. അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരെ പിടിച്ചുമാറ്റുമ്പോൾ പ്രദേശവാസികളോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ആ കരിങ്കൊടി കാണിക്കുന്നവർക്ക് ടാറ്റ കൊടുക്കുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ ഒരു പൊതുയോഗത്തിൽ അത് പറയുന്നു. എന്തിനാണ് പറയുന്നത്? അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കും കൊടുത്ത സന്ദേശമാണ്. അവർ കാണിച്ചോട്ടെ, ഞാൻ അവരെ കൈ കാണിക്കുകയാണ്, ഞാൻ അവർക്ക് ടാറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് രഹസ്യമാക്കിയല്ല ഇത്. ഞങ്ങൾ കണ്ട വണ്ടിക്കകത്തിരുന്ന മന്ത്രിമാർ മാത്രം കാണുകയല്ല മാത്രമല്ല ഇത്, അത് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു. ക്രമത്തിന്റെ പാതയിലേക്ക് ഞങ്ങളല്ലല്ലോ പോയത്. മഞ്ചേശ്വരത്ത് പരിപാടി ആരംഭിക്കുമ്പോൾ മുതൽ ഒരു സംഘർഷം കേരളത്തിലുണ്ടാക്കണം. അവർക്ക് ഈ നവകേരള സദസ്സ് അഭൂതപൂർവമായ ജനപങ്കാളിത്തം കണ്ടപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ മുമ്പേ കുറുകെ ചാടി അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പിടിച്ചു മാറ്റുകയും അവരെ മാറ്റിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പിടിവലി ഉണ്ടാകും. അല്ലെങ്കിൽ അത്തരം പ്രവണതയ്ക്ക് മുതിർന്നവരുടെ പേരിൽ ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സും ഒക്കെ തന്നെ ആ സമയത്ത് ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും. അത് സ്വാഭാവികമാണത്. മന്ത്രിസംഘം ആലപ്പുഴ ജില്ലയിൽ തുടരുകയാണ്. കായംകുളത്താണ് ഇന്നത്തെ ആദ്യ നവകേരള സദസ്സ്. മനീഷ് മഹിപാലും ഷഫീദ് റാവുത്തറും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ഈ ഗൺമാൻ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിയമപരമായി അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണോ? വേണുഗോപാലകൃഷ്ണൻ, നിലവിൽ ഈ ഗൺമാൻ അനിൽ കല്ലിയൂരിൻ്റെ ഈ ഒരു നടപടിയിൽ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഗൺമാൻ യഥാർത്ഥത്തിൽ വെടിയുതിർത്താനുള്ള വരെ അവകാശമില്ല, അത്തരത്തിലുള്ള നടപടി എടുക്കാൻ ഉള്ള ആളാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു സാഹചര്യമോ സന്ദർഭവും ഇല്ലായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകുന്ന സമയത്ത് സമീപത്ത് നിന്ന് വഴിയരികിൽ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യം മാത്രം വിളിച്ച 2 KSU പ്രവർത്തകർ. ഈ പ്രവർത്തകരെ പക്ഷേ ലോക്കൽ പോലീസ്, അവിടെ ഉണ്ടായിരുന്ന അരൂർ SI സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവരെ ഈ വാഹനം കടന്നുപോയ സമയത്ത് തന്നെ മാറ്റുന്നുണ്ട്. പിന്നീട് കടന്നു വന്ന അകമ്പടി വാഹനത്തിൽ നിന്നാണ് ഈ വടിയുമായി, അതായത് ലാത്തിയുമായി ചാടി ഇറങ്ങിയ ഗൺമാൻ അനിൽ കല്ലിയൂരും ഒപ്പം തന്നെ മറ്റ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ 2 KSU, അതായത് 20-22 വയസ്സ് പ്രായമുള്ള KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും മറ്റൊരു നേതാവിനെയുമാണ് പൊതിരെ തല്ലിയത്. ഇവർ നിലത്ത് വീണിട്ടും അവരെ വളഞ്ഞിട്ട് ഈ മുളവടി കൊണ്ട് അല്ലെങ്കിൽ ഈ ലാത്തി കൊണ്ട് അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഗൺമാന് ഈ രീതിയിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട ആളാണെങ്കിലും പക്ഷേ അതിനുതകുന്ന അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രതികാര നടപടി? യഥാർത്ഥത്തിൽ അത് പോലീസിൻ്റെ നടപടിയല്ല, അതൊരു പ്രതികാര നടപടി എന്ന വിമർശനമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. ഒപ്പം തന്നെ അവിടെ ഈ സംഭവം കണ്ടു നിന്ന നാട്ടുകാരടക്കം വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ആദ്യം, അതായത് ഈ പോലീസ് തടഞ്ഞു വെക്കുന്ന സമയത്താണ് ഈ അനിൽ കല്ലിയൂർ അവിടേക്ക് വടിയുമായി ഓടിയെത്തുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അരൂർ SI സാബുവിൻ്റെ കൈക്കടക്കം പരിക്കിട്ടുണ്ട്. അവരെ ആ പോലീസുകാരടക്കം തള്ളി മാറ്റിയാണ് ഇവിടെ നിലവിൽ ഈ 2 പ്രവർത്തകരെ ഈ ഗൺമാൻ ഉപദ്രവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ക്രൂരമായി ഈ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചിട്ടുള്ളത്. ഈ സംഭവം ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ തൊടുപുഴയിലടക്കം മാധ്യമപ്രവർത്തകരെ കഴുത്തിൽ പിടിച്ച് തള്ളി മാറ്റിയ ഒരു നടപടി ഈ ഗൺമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ കരിങ്കൊടി കാണിക്കുന്നവരെയും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ തൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് അല്ലാതെ അത് കടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കുന്നതിന് വലിയ വിമർശനമുണ്ട്. പക്ഷേ നിയമപരമായി
ഇതിനുള്ള സാധ്യതയുണ്ടോ എന്ന് അത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള സേനാ വിഭാഗ മേധാവികളാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇത്തരത്തിൽ വാഹനം കടന്നു പോകുന്ന സമയത്ത് പ്രതിഷേധിക്കുമ്പോൾ പിന്നീട് അവിടെയുള്ള ആളുകളെ, അവിടെ പ്രതിഷേധിച്ച ആളുകളെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന്, വാഹന വ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ ക്രൂരമായി അടിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതിന് മുഖ്യമന്ത്രി തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കായംകുളത്താണ് നവകേരള സദസ്സ് നിലവിൽ ചേരുന്നത്. അതിന് മുന്നോടിയായി ഇന്ന് രാവിലത്തെ പ്രഭാത യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി 10:30 മാധ്യമങ്ങളെ കാണും. ഈ വിഷയം എന്താണെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കും. എന്തായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണണം. വേണുഗോപാലകൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറും ചേരുന്നു. ഷഫീദ്, ഈ സംഭവത്തെ മന്ത്രിമാരെങ്ങനെയാണ് കാണുന്നത്? കൂടാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം അറിവായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രതിഷേധത്തിന്റെ സാധ്യത ഇന്നുമുണ്ടോ? വേണു, പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട്. കാരണം ഷഫീദിലേക്ക് വരാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിഫോൺ ലൈനിലുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. രാഹുൽ, ഈ ആലപ്പുഴയിൽ നടന്ന സംഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ അനിൽ എന്ന ഗൺമാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന തരത്തിലുള്ള ന്യായീകരണവുമായാണ് മന്ത്രിമാർ വരുന്നത്. ഈ മന്ത്രിമാരെന്ന് പറയുന്ന നാണവും മാനവും ഇല്ലാത്തവന്മാർ ഇന്നലകളിൽ യുവജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തവന്മാരാണ് എന്ന് ഇപ്പോ രാവിലെ മുഖ്യമന്ത്രിക്കൊപ്പം നവകേരള സദസ്സിന്റെ പ്രഭാത ഭക്ഷണത്തിൽ മട്ടൺ സ്റ്റൂവും ചിക്കൻ ഒലത്തിയതും അണ്ടിപ്പരിപ്പുമൊക്കെ വലിച്ചു വാരി കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കേമ്പക്കം വിടുന്നതിനിടയിൽ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അക്കാലത്ത് അവർക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊന്നും നുള്ളിയാലെങ്കിലും വലിയ മനുഷ്യാവകാശ ലംഘനമായും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കെതിരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയുമായി ഒക്കെ പ്രസംഗിച്ച് നടന്നവന്മാർ ഇന്ന് അധികാരം കിട്ടുമ്പോൾ എത്ര നീചവും നിന്ദ്യവും അപഹാസ്യവുമായിട്ടാണ് അധികാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ സ്വന്തം അഭിമാനം പണയം വെച്ച് മന്ത്രി പദവിയിൽ തുടരുന്നതിലും ഭേദം ഇവരൊക്കെ വേറെ ഏതെങ്കിലും ഒരു പണി ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ മന്ത്രിമാരുടെ പ്രതികരണത്തെ പറ്റി പറയാനായിട്ടുള്ളത്. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ അനിൽ യൂണിഫോം പോലും ധരിക്കാതെ ഇങ്ങനെ നിയമവിരുദ്ധമായി ആളുകളെ തല്ലാൻ എന്ത് റൈറ്റ് ആണുള്ളത്? ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനല്ല. പഴയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ മുഖ്യപ്രതിയായ വാടിക്കൽ രാമകൃഷ്ണൻ കേസിലെ പ്രതി പിണറായി വിജയൻ എന്ന നാട്ടിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ ഗുണ്ടയുടെ പ്രൈവറ്റ് ബൗൺസറായിട്ടാണ് ഈ അനിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ ഒന്ന് നിയമപരമായി തന്നെ സാധ്യമായ നടപടികളുമായിട്ട് ഞങ്ങൾ പോകും. ഒന്ന്, ഈ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഇവർ ജീവൻ രക്ഷാ സേനയിൽ അംഗങ്ങളാണെങ്കിൽ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിച്ച ആളുകളെ പ്രാദേശികമായി അംഗീകാരം കൊടുക്കുന്ന പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവരെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും അംഗീകാരമൊക്കെ കൊടുക്കണമല്ലോ. കാരണം ഇത്രയും മഹിതമായ ഒരു പ്രവൃത്തിയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ അതിനുള്ള അംഗീകാരം കൊടുക്കുന്ന പണിയുമായിട്ട് ഞങ്ങൾ പോവുകയാണ്. വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് കുറെ കൂടെ ബോധ്യപ്പെടുകയും ചെയ്യും. ഇന്നിപ്പോ പ്രതിഷേധം എന്ന രൂപത്തിൽ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ടോ രാഹുൽ? ഞങ്ങൾ ഈ നവകേരള സദസ്സ് വേണുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വേണു, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടപ്പോ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഇത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചില്ലേ? ഞങ്ങൾ ഒതുങ്ങിയിട്ടുണ്ടോ? കേരളത്തിന്റെ ഗവർണർക്ക് നേരെ ഒന്ന് കരിങ്കൊടി കാണിച്ചതിന് ശേഷം SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അഡ്രസ് പോലും ഇല്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ഒളിച്ചുവിടുന്നവരല്ലല്ലോ. ഇത്ര ക്രൂരമായ മർദ്ദനം, ഇത്ര ക്രൂരമായ ഗുണ്ടായിസം ഒക്കെ ഉണ്ടായിട്ടും ഈ നവകേരള സദസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് 1/2 ഇഞ്ച് ഞങ്ങൾ പിന്നോട്ട് പോയത്. ഇന്നലെ ഈ അടിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ തന്നെയല്ലേ നവകേരള സദസ്സിന്റെ ഈ നരാധമ ബസ് തടഞ്ഞിടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല. മുഖ്യമന്ത്രി ഇനിയും മർദ്ദിച്ച് കൊലപ്പെടുത്തിയാൽ പോലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല. ഇത് നാടിനു വേണ്ടിയിട്ടുള്ള സമരമാണ്. ഈ സമരം തുടരും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന വ്യക്തിപരമായി ഉണ്ടാകുന്ന മർദ്ദനങ്ങൾ, അതിനെതിരായിട്ടുള്ള സമരങ്ങൾ ആ തരത്തിൽ തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കും. അപ്പോഴും എത്രയൊക്കെ മർദ്ദനം കൊണ്ടാലും ഈ നവകേരള സദസ്സിനെതിരായി, ഈ നരാധമ സദസ്സിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. നന്ദി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചതിന്. ഷഫീദ് റാവുത്തറും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ഷഫീദ്, ഈ പ്രതിഷേധങ്ങൾ എന്തെങ്കിലും ഇന്നിപ്പോൾ അവിടെ തുടരാനുള്ള തീരുമാനമുണ്ടോ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണം ലഭ്യമാണോ? കൂടാതെ മന്ത്രിമാർ ഇതിനെ ന്യായീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്?
വേണു, ഇക്കാര്യത്തിൽ മന്ത്രിമാർ, അതായത് എല്ലാ മന്ത്രിമാരും പോലീസിന്റെ ഈ അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾ ന്യായീകരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ന്യായീകരണം കുറച്ച് വിചിത്രമാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ചാവേർ ആക്രമണ സംഘം അവരുടെ ആക്രമണം തുടരുന്നു എന്നുള്ള പ്രതികരണമാണ് ഇന്ന് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങളെ നേരിടുന്ന രീതി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തുന്ന രീതിയിലുള്ള പ്രതിഷേധ സമര പരിപാടികളല്ല, ഇത് ആസൂത്രണം ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ആസൂത്രണം ചെയ്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരെയും CPM പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം നവകേരള സദസ്സ് അലങ്കോലപ്പെടുത്താൻ, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആന്റണി രാജു അടക്കമുള്ള മന്ത്രിമാരുടെ പ്രതികരണം ഇന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ചുരുക്കം സ്ഥലങ്ങളിൽ കുറുകച്ചാടി തടയാൻ ശ്രമിച്ചു, അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരെ പിടിച്ചു മാറ്റുമ്പോൾ പിടിവലി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇന്നലെ ആലപ്പുഴ നഗരത്തിൽ നടന്ന ഒരു KSU നേതാവിൻ്റെ തലയടക്കം പൊട്ടിച്ച കാര്യങ്ങളെ ചുരുക്കം ചില സ്ഥലങ്ങളിലെ പ്രതിഷേധമായി, മാത്രമല്ല അതിനെ സ്വാഭാവികമായി ഉള്ള രീതിയായും കാണുന്നു എന്നുള്ളതാണ് വിചിത്രമായ ന്യായമായി നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്ന് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പോലീസ് ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ്, നിയന്ത്രിക്കാനാണ് പോലീസ് ശ്രമിച്ചത്, അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷവും ആളുകളെ കൂട്ടി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P. പ്രസാദിന്റെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അദ്ദേഹവും പറഞ്ഞത് ഈ ചാവേർ സമരം ആലപ്പുഴ ജില്ലയിലും തുടർന്നു, മനഃപൂർവ്വം മന്ത്രിമാരെയും പോലീസിനെയും ആക്രമിക്കാൻ ശ്രമിച്ചു, സംഘടിച്ചെത്തി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചില നീക്കങ്ങൾ നടത്തുന്നു, ഈ ആസൂത്രിത ചാവേർ ആക്രമണം എന്തിനെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഏതായാലും ഒരു വശത്ത് നവകേരള സദസ്സ് പുരോഗമിക്കുമ്പോൾ ഒരു വശത്ത് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി നവകേരള സദസ്സ് പത്തനംതിട്ടയിലേക്ക് കടക്കുമ്പോൾ അത് മറ്റു ചില രീതികളിലേക്ക് കൂടി മാറാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തർ, മനീഷ് മഹിപാലുമാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.